എല്ലാ കൂട്ടുകാർക്കും എസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാത്സിലെ ടൈം ആൻഡ് വർക്കാണ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്, രണ്ടാമതായിട്ട് ഫ്രാക്ഷൻ മെത്തേഡ്, മൂന്നാമതായിട്ട് LCM മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലെ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 മെത്തേഡും നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഇക്വേഷൻ മെത്തേഡ് ഇത് നമുക്ക് ഓരോ ടൈപ്പിലും ഓരോ ചോദ്യങ്ങളെയും, അതായത് ഓരോ കാറ്റഗറി ചോദ്യങ്ങളുടെയും ഓരോ ഇക്വേഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. നേരെ മറിച്ചിട്ട് ഫ്രാക്ഷൻ മെത്തേഡും LCM മെത്തേഡും നമുക്ക് കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മെത്തേഡ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതില്ലെങ്കിലും ഫ്രാക്ഷൻ മെത്തേഡും LCM മെത്തേഡും നിങ്ങൾക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് നന്നായി പഠിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലെ ഏതൊരു ക്വസ്റ്റ്യനും, ഏത് ടഫായിട്ടുള്ള ചോദ്യവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 ടോപ്പിക്കുകളും പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിലെ ആൻസർ കിട്ടാനുള്ള ഇക്വേഷൻസും അതിൻ്റെ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ടോപ്പിക്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തുമാവും. അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതോ, ബുക്ക് എഴുതുന്നതോ, അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് കഴിക്കുന്നതോ, ഇതെല്ലാം വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശതമാനമാക്കിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ 100% എന്ന് പറയാം. അത് 100% എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? 100% എന്ന് പറയുന്നത് 100/100 ഈക്വലാണ്. അതെന്ന് പറയുന്നത് 1 ആണ്, അല്ലേ? അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 1 ഈക്വലാണ്. അടുത്തതായിട്ട് 2 ടേമുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന്, ജോലി തീർക്കാനെടുക്കുന്ന സമയം. അതായത് ഒരു ജോലി അത് തീർക്കാനെടുക്കുന്ന സമയം അല്ലെങ്കിൽ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ ഭാഗം. ഇത് രണ്ടാമത്തെ പോയിന്റാണ്. ഇതും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി വ്യക്തത വരുത്താൻ ശ്രമിക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഈ ഒരു ചിത്രത്തിൽ ഇതൊരു കേക്കാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഈ കേക്കിനെ കഴിക്കലാണ്. അതായത് കേക്ക് മുഴുവനായിട്ട് കഴിച്ച് തീർക്കുന്നതാണ് ഒരു ജോലി എന്ന് വിചാരിക്കാം. ഇത് തീർക്കാനെടുക്കുന്ന സമയം 4 ദിവസമാണെന്ന് വിചാരിക്കാം. അതായത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം 4 days ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് എഴുതാം. അതായത് ഈ ജോലി തീർക്കാനെടുക്കുന്ന സമയം 4 ദിവസമാണ്. ഇനി അടുത്തതായിട്ട് ഈ ജോലി അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ഈ ജോലിയുടെ ഭാഗം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ കേക്ക് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ചിത്രത്തിനൊന്ന് മാറ്റി വരയ്ക്കാം. അതായത് ഈ കേക്കിനെ നമ്മൾ തുല്യ ഭാഗങ്ങളായിട്ട് 4 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. ഇനി ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഒരു ഭാഗം കഴിച്ചു, രണ്ടാമത്തെ ദിവസം ഈ ഭാഗം കഴിച്ചു, മൂന്നാമത്തെ ദിവസം 3, 4. അതായത് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്നത് ഈ കേക്കിൻ്റെ 4/1 ഭാഗമാണ്, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഈ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/4 ഭാഗമാണ്. ഈ കേക്കിൻ്റെ 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗമാണ്. ഇതും 1/4 ഭാഗമാണ്, ഇതും 1/4 ആണ്, ഇതും 1/4 ആണ്. അപ്പോൾ ഈ കേക്കിൻ്റെ 1/4 ഭാഗത്തെയാണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത്. ഇതിനെ നമുക്ക് കപ്പാസിറ്റി എന്ന് കൂടി വിളിക്കാം. അതായത് ഒരു ദിവസം ജോലി ചെയ്യാൻ പറ്റുന്ന അതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് 1/4 ഭാഗമാണ്. അപ്പോൾ നമുക്കിതിനെ വേറൊരു പേരിട്ട് വിളിക്കാം. റൂൾ ഓഫ് ഫ്ലിപ്പ് എന്ന് വിളിക്കാം. അതായത് ഒരു ജോലി തീർക്കാൻ എടുക്കുന്ന സമയം 4 ആണെങ്കിൽ ആ ജോലി, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. അതായത് 4നെ നമ്മൾ തിരിച്ചിട്ടു, അപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് 1/4 കിട്ടി. അടുത്തതായിട്ട് നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കാം. നമ്മൾ ഈ കേക്കിനെ 8 ദിവസം കൊണ്ടാണ് ഈ കേക്ക് കഴിച്ചു തീർക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കേക്കിനെ തുല്യമായിട്ട് 8 ഭാഗങ്ങളായിട്ട് മാറ്റും. ഇനി ഒരു പാർട്ട്, അതായത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. അതായത് 8 ദിവസമാണെങ്കിൽ, അതായത് ഈ ജോലി തീർക്കാനെടുക്കുന്ന സമയം 8 ആണെങ്കിൽ, 8 ദിവസമാണെങ്കിൽ ഒരു ദിവസത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് 1/8 പാർട്ടായിരിക്കും. ഇനി നമുക്ക് നേരെ തിരിച്ച് കൂടി നോക്കാം. അതായത്
ഒരു ഉദാഹരണം തരികയാണ്. ഞാനൊരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന എൻ്റെ ജോലി എന്ന് പറയുന്നത് 1/10 ഭാഗമാണ്. അതായത് ആ ജോലിയുടെ 10ൽ 1 ഭാഗമാണ് ഞാനൊരു ദിവസം ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 days ആയിരിക്കും. അതായത് ഈ 1/10 ഫ്ലിപ്പ് ചെയ്താൽ തല തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 10 ദിവസം എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം നോക്കാം. അതായത് ഈ കേക്ക് കഴിക്കാൻ നമ്മൾ എടുക്കുന്നത് 4 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഒരു കണക്കൊന്ന് നോക്കാം. അതായത് ഈ കേക്ക് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും തുല്യമായിട്ട് 4 ഭാഗങ്ങളാക്കി മാറ്റി. അതായത് ഇതൊരു ദിവസം കഴിച്ചു, ഇതൊരു ദിവസം കഴിച്ചു, ഇതൊരു ദിവസം കഴിച്ചു. ഇത്രയും പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ഭാഗമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു വർക്ക് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ കേക്ക് 4 ദിവസമാണ് ഈ കേക്ക് കഴിക്കാൻ എടുക്കുന്ന സമയം. 3 ദിവസം ഈ വർക്ക് തുടർന്നു, അല്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ഭാഗം കേക്ക് റിമൈനിങ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് കേക്കിൻ്റെ 1/4 പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നമ്മൾ കഴിക്കുന്നത് എത്രയായിരിക്കും? 3 × 1/4 ഭാഗമായിരിക്കും. അതായത് 3/4 ഭാഗമായിരിക്കും. അപ്പോൾ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. അടുത്ത ചോദ്യം, എയും ബിയും ചേർന്ന ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു എങ്കിൽ എക്ക് മാത്രമായ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം? ഇവിടെ നമുക്ക് എയും ബിയും രണ്ടുപേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ടേമിന് നമുക്ക് സെഡ് എന്ന് പറയാം. ഇനി ബി ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം, അപ്പോൾ അതിനെ നമുക്ക് എക്സ് എന്നും വിളിക്കാം. ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഇക്വേഷനിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എക്സ് സെഡ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് സെഡ് ആയിരിക്കും ഉത്തരം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി, സെഡ് എന്ന് പറയുന്നത് എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ജോലി. നമുക്ക് ഇക്വേഷൻ നോക്കാം. എക്സ് എന്ന് പറയുന്നത് 15 ആണ്, ഇൻറ്റു 10 ഡിവൈഡ് ബൈ 15 മൈനസ് 10. ഇനി 15ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 5 കിട്ടും. 5 15ൽ 3 പ്രാവശ്യം 3 × 10 30 ദിവസം കൊണ്ടായിരിക്കും എ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആൻസർ എങ്ങനെയാണ് ഫ്രാക്ഷൻ മെത്തേഡ് കൂടെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം എയുടെ ഒരു ദിവസത്തെ വർക്ക് പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക്, ഇതായിരിക്കും എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എയുടെ ഒരു ദിവസത്തെ വർക്ക് നമുക്കറിയില്ല, കാരണം അത് ഇവിടെ തന്നിട്ടില്ല. അതിന് നമുക്ക് 1/a എന്ന് എഴുതാം. പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 15 ഡേയ്സിലാണ് ബി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് 1/15 ആയിരിക്കും. ഇസ് ഈക്വൽ ടു എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 1/10 ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ എ ആണ്. അപ്പോൾ നമുക്ക് എനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള 1/15 ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്ലസ് 1/15 ഉള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 1/15 ആയി മാറും. ഇതിനെ ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 15 15 മൈനസ് 1 × 10 10 ഡിവൈഡ് ബൈ 10 × 15. ഇനി 5 ഡിവൈഡ് ബൈ 10 × 15 നമുക്ക് 5 15ൽ 3 പ്രാവശ്യം, അപ്പോൾ 1/30 എന്ന ആൻസർ കിട്ടി. അതായത് ഇത് എയുടെ ഒരു ദിവസത്തെ വർക്കാണ്. അപ്പോൾ ഫുൾ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് 30 days ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം വരുന്നത് 3 പേര് ഒരുമിച്ചൊരു ജോലി ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. അതായത് ഒന്നാമത്തെ ആൾ എക്സും രണ്ടാമത്തെ ആൾ വൈയും മൂന്നാമത്തെ ആൾ സെഡും ആണെങ്കിൽ ഇവർ 3 പേരും കൂടി ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് XY സെഡ് ഡിവൈഡ് ബൈ XY പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. ഇതെങ്ങനെയാണ് ഫ്രാക്ഷൻ മെത്തേഡിലൂടെ വന്നതെന്ന് നോക്കാം. അതായത് എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 1/30 ആയിരിക്കും, അല്ലേ? ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/15 ആയിരിക്കും. സിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/10 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവർ 3 പേരും കൂടി ഒരു ദിവസം ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് എത്രയെന്ന് കിട്ടും. അതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെടുക്കുന്ന സമയം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ 3 എണ്ണത്തിൻ്റെ ഫ്രാക്ഷനെ കൂട്ടാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 3 എണ്ണത്തിൻ്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 15 10. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 30 ആയിരിക്കും.
ഇനി 30 ഇൻറ്റു 1/31 കിട്ടും, പ്ലസ് 30 ഇൻറ്റു 1/15 2 കിട്ടും, പ്ലസ് 30 ഇൻറ്റു 1/10 3 കിട്ടും. ഇനി ഇത് മൂന്നും കൂട്ടിച്ചേർത്താൽ 2 1 3 3 3 6 6/30. അപ്പോൾ 1/5 എന്ന ആൻസർ കിട്ടും. അതായത് എയുടെയും ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ വർക്ക് 1/5 ആണ്. അപ്പോൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 പേരും കൂടി 5 ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, എ തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് നമുക്കിവിടെ രക്ഷയ്ക്ക് വരില്ല. അതിലേക്ക് എത്തിക്കാൻ എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആ ഇക്വേഷൻസിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇവിടെ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങൾ തന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു വർക്കിൻ്റെ 1/2 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. അതായത് ഒരു വർക്ക് അതിൻ്റെ 1/2 ഭാഗം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 5 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് വളരെ ലോജിക്കോട് കൂടി ആലോചിച്ചാൽ കിട്ടും. കാരണം ഒരു വർക്കിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 5 ദിവസമാണെങ്കിൽ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി ദിവസമായിരിക്കും, 10 ദിവസമായിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് കണക്കിലൂടെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു വർക്കാണ് അല്ലേ? ഇവിടെ ഒരു വർക്കാണ് വേണ്ടത്. ഇവിടെ ഒരു വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 1/2 കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് അതേപോലെ, അതായത് ആൻസറിൽ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടും ക്യാൻസലായി. നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 1 വർക്കാണ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 2 × 5 10 ദിവസമാണ്. അതേപോലെ ബി 1/3 ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 1/3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 4 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അപ്പോൾ ഈ 3നെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇൻറ്റു 3 ചെയ്തു. ഇത് രണ്ടും ക്യാൻസലായി പോയി. അപ്പോൾ ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 3 × 4 12 ദിവസമാണ്. ഇപ്പോൾ ഈ ചോദ്യം നമ്മുടെ നേരത്തെ ഒന്നാമത്തെ മെത്തേഡിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ഉപയോഗിച്ചാൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത xy / x+5 എന്നുള്ള ഇക്വേഷൻ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഫൈനൽ ആൻസർ കിട്ടുന്നത് 5/11 ഡേയ്സ് എന്നായിരിക്കും. ഒന്ന് ഈ ഇക്വേഷനിലിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 ആളുകൾക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. 2 ദിവസത്തെ പണിക്ക് ശേഷം 3 പേര് കൂടി വന്നു. എന്നാൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്താണ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് 3 ആളുകൾ 3 മെൻ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം 6 ദിവസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് 1/6 ആയിരിക്കും അല്ലേ? 3 പേരുടെ ഒരു ദിവസത്തെ വർക്ക് 1/6 ആയിരിക്കും. ഈ 3 ആളുകൾ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ട്? ഇവർ 2 ദിവസം ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ദിവസം 1/6 ആണെങ്കിൽ 2 ദിവസത്തെ വർക്ക് എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ? ഇത്ര വർക്ക് ഒരു ദിവസം ചെയ്താൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ 2 ദിവസത്തെ വർക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1/3 എന്നായിരിക്കും. അതായത് 2 ദിവസം കൊണ്ട് ഇവർ ചെയ്ത വർക്ക് എത്രയാണ്? 1/3 വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി എത്ര വർക്ക് ഉണ്ട് നോക്കാം. അതായത് ടോട്ടൽ വർക്ക് 1 ആണ്. ബാക്കിയുള്ള വർക്ക് എന്ത് ചെയ്താൽ മതി? ഇത് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്. അപ്പോൾ 1ൽ നിന്നും കംപ്ലീറ്റ് ചെയ്ത വർക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2/3. അതായത് 2/3 വർക്കാണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നോക്കേണ്ടത്, നേരത്തെ 3 ആളുകളാണ് ഈ ജോലി ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 പേര് കൂടി വന്നു. അതായത് 3 പേര് ഉണ്ടായിരുന്നു. അവർക്ക് ആ ജോലി ചെയ്യാൻ 6 ദിവസം മതിയായിരുന്നു അല്ലേ? 3 പേർക്ക് ഈ ജോലി ചെയ്യാൻ 6 ദിവസം മതിയായിരുന്നു. അപ്പോൾ ഇനി 3 പേരും കൂടി വരുമ്പോൾ എത്ര പേരായി മാറി? 6 പേരായി മാറി. 6 പേർക്ക് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം ഇരട്ടി ആളുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ആളുകൾ സഹായത്തിന് വരികയാണ്. അപ്പോൾ കുറച്ച് ദിവസം മതി. അതായത് ഇരട്ടി ആളുകൾ വരുമ്പോൾ പകുതി ദിവസം മതി നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ 6 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 3 ദിവസം മതിയാവും.
അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റി. നമുക്ക് എങ്ങനെയാണിത് കണക്കിലൂടെ കണ്ടുപിടിക്കുക എന്ന് കൂടി നോക്കാം. ഇവിടെ 3 പേരുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 3 പേരുടെ ഒരു ദിവസത്തെ വർക്ക് 1/6 ആയിരിക്കും. അപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 1/6 × 3, അതായത് ഈ 3 ഈ സൈഡിലേക്ക് വരുമ്പോൾ /3 ആയിരിക്കും. അതായത് 1/18 വർക്കായിരിക്കും ഒരാളുടെ ഒരു ദിവസത്തെ വർക്ക്. അപ്പോൾ നമുക്ക് 6 പേരുടെ ഒരു ദിവസത്തെ വർക്ക് എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും 6 പേരുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. ഒരാളുടെ വർക്ക് 1/18 ആണെങ്കിൽ 6 പേരുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 6 × 1/18 1/3 ആയിരിക്കും. ഇത് ഒരു ദിവസത്തെ വർക്കാണ്. ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 days എന്ന് കിട്ടും. അതായത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർ 6 പേരും എടുക്കുന്ന സമയം എത്രയായിരിക്കും? 3 ദിവസമായിരിക്കും. ഇനിയാണ് നമ്മുടെ ബാക്കി ആൻസർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 6 പേര് 3 ദിവസം കൊണ്ടാണ് അല്ലേ ഒരു വർക്ക് തീർക്കുന്നത്. 3 ദിവസം കൊണ്ടാണ് അല്ലേ ഒരു വർക്ക് തീർക്കാൻ 3 ദിവസം. പക്ഷേ ഇനി എത്ര വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്? ഇനി 2/3 വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം 1/3 വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി 2/3 വർക്ക് ആണ് ബാക്കിയുള്ളത്. ഒരു വർക്ക് തീർക്കാൻ 3 ദിവസമാണെങ്കിൽ 2/3 വർക്ക് തീർക്കാൻ എത്ര ദിവസം മതി? 3 × 2/3 മതി. അപ്പോൾ നമുക്ക് 2 days എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചിലപ്പോൾ പലർക്കും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഒരു വർക്ക് തീർക്കാൻ 8 ദിവസമാണെന്ന് വിചാരിക്കാം. 8 ദിവസമാണ് ഒരു വർക്ക് തീർക്കാൻ. അപ്പോൾ അതിൻ്റെ പകുതി തീർക്കാൻ എടുക്കുന്ന സമയം അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. 8 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി തീർക്കാൻ എത്ര മതി? 4 ദിവസം മതി. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 ഭാഗം എത്രയായിരിക്കും? 4 ദിവസമായിരിക്കും. ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു പോയിന്റും കൂടി പറയാം. ഇനി ഇതിൻ്റെ കാൽഭാഗം 8 ദിവസമാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതിൻ്റെ കാൽഭാഗം 8ൻ്റെ കാൽഭാഗം എന്ന് പറയുന്നത് 8 × 1/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ദിവസം അല്ലേ. നമുക്ക് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസം, അപ്പോൾ അതിൻ്റെ പകുതി ചെയ്യാൻ 4 ദിവസം, അതിൻ്റെയും പകുതി അതായത് കാൽഭാഗം ചെയ്യാൻ 2 ദിവസം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, A B ചെയ്യുന്നതിൻ്റെ ഇരട്ടി ജോലി ചെയ്യും. 2 പേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ Bക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടൈമും ഒരാളുടെ എഫിഷ്യൻസിയും തമ്മിലുള്ള ബന്ധം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഒരാളുടെ എഫിഷ്യൻസി, ഇപ്പോൾ A B എന്ന് പറയുന്ന 2 പേരുടെ കാര്യം എടുക്കാം. അതായത് ബിയുടെ എഫിഷ്യൻസി 1ഉം എയുടെ എഫിഷ്യൻസി 2ഉം ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഈ ചോദ്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ബി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വർക്ക് ആര് ചെയ്യും? എ ചെയ്യും. അതായത് 2 വർക്ക് എ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വർക്ക് ചെയ്യാനെടുക്കുന്ന ടൈമിൻ്റെ ബന്ധം എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് റിലേഷൻ ആയിരിക്കും. അത് നമുക്കൊരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. കാരണം ഒരാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വളരെ കുറവ് സമയം മതി. വേറൊരാൾ കുറച്ച് എഫിഷ്യൻസി കുറവാണെങ്കിൽ അയാൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ 2:1 ആണ് ഇവരുടെ എഫിഷ്യൻസി എങ്കിൽ ഇവരുടെ ടൈമിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കൂടിയുള്ളൊരു പോയിന്റ് ഇവരെടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ്. അതായത് റേഷ്യോ എന്നുള്ള കൺസെപ്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ A 1x ഡേയ്സ് എടുക്കുകയാണെങ്കിൽ B 2x ഡേയ്സ് എടുക്കും. ഇനി നമുക്ക് വേറൊരു പോയിന്റ് വന്നിട്ടുള്ളത്, ഇവർ 2 പേരും കൂടി 7 ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും? 1/7 ആയിരിക്കും. ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതാം. A ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/x ആണ്. B ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/2x ആണ്. അപ്പോൾ 1/x + 1/2x = എന്തായിരിക്കും? 1/7 ആയിരിക്കും. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2x 2x + 1 × x x / x × 2x എന്ന് വരും. അപ്പോൾ 2xും xും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3x ആണ്. 3x / 2x × x അല്ലേ. ഇത് എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി കിട്ടുന്നത് 3/2x എന്നാണ്. അതായത് നമുക്കിവിടെ 3/2x 2x = 1/7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമുക്കിവിടെ എക്സ് മേലേക്ക് വരും. ഈ 1/7 ഈ സൈഡിലേക്ക് വരുമ്പോൾ 3/2 × 7 എന്ന് കിട്ടും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എക്സ് അല്ല, നമുക്കിവിടെ വേണ്ടത് എന്താണ്? 2x ആണ് അല്ലേ. 2x ഡേയ്സ് ആണ് ബി എടുക്കുന്നത്. അപ്പോൾ
2x കിട്ടാൻ വേണ്ടി നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? 21 ഡേയ്സ് എന്നുള്ള ഉത്തരം കിട്ടി. അപ്പോൾ ബി ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 21 ദിവസമാണ്. റേഷ്യോ എന്നുള്ള കൺസെപ്റ്റ്, അംശബന്ധം എന്നുള്ള കൺസെപ്റ്റ് അറിയാത്തവർക്ക് ഈ ഒരു ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ അതുകൂടി പഠിച്ച ശേഷം ഈ ഒരു ചോദ്യം ഒന്നും കൂടി സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം എ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ബാക്കി ജോലി പൂർത്തീകരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം എന്ന് തോന്നും. പക്ഷേ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് മാത്രം മതി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തുടങ്ങാം. അതായത് ആദ്യത്തെ 4 ദിവസം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ഒരുമിച്ച് ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്നു നോക്കാം. അതായത് എ ഒരു ദിവസത്തെ ജോലി 1/15 ആണ്. ബിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 + 15 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 20 + 15 / 20 × 15 എന്ന് കിട്ടി. അതായത് 35 / 20 × 15. ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 7 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. ബാക്കി കിട്ടുന്നത് 7/20 × 3 അല്ലെങ്കിൽ 7/60 എന്നാണ്. ഇത് ഒരു ദിവസത്തെ വർക്കാണ്. അതായത് എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്കാണ് 7/60. അപ്പോൾ 4 ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7/60 × 4 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 7/15 എന്ന ആൻസർ കിട്ടും. അതായത് ഇനി എത്ര വർക്ക് ഉണ്ടെന്ന് കൂടി നമുക്കറിയണം. ടോട്ടൽ വർക്ക് 1 ആണ്. 7/15 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് 8/15 വർക്ക് എന്നായിരിക്കും. അതായത് ഇത്രയും വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ഈ 8/15 വർക്ക് ചെയ്യാൻ പോകുന്നത് ആരാണ്? എ ഒറ്റയ്ക്കാണ്. എ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 15 ദിവസം എടുക്കുമെങ്കിൽ 8/15 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 × 8/15 ദിവസം അല്ലെങ്കിൽ ദിവസമാണ് എ എടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 8 എന്നായിരിക്കും. നമുക്ക് ഈ ഒരു ചോദ്യം ഒന്നുകൂടി ചെയ്യാൻ എളുപ്പം LCM മെത്തേഡായിരിക്കും. പക്ഷേ ഈ ഒരു ഫ്രാക്ഷൻ മെത്തേഡ് ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അപ്പോൾ ഇതുകൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം LCM മെത്തേഡ് പഠിച്ചാൽ മതി. അടുത്തത് ടൈം ആൻഡ് വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതിൻ്റെ പേര് തന്നെ ടൈം വർക്ക് ഇക്വേഷൻ എന്നാണ്. ഇവിടെ നമുക്ക് 2 കേസുകളായിട്ടാണ് ചോദ്യം തരിക. അപ്പോൾ വരുന്ന സ്ലൈഡുകളിൽ ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഇവിടെ എന്താണ് ടേമുകൾ എന്ന് നോക്കാം. അപ്പോൾ M1 എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ എണ്ണത്തെയാണ്, നമ്പർ ഓഫ് മെൻ. D എന്ന് പറയുന്നത് ഡേയ്സ് ആണ്, ഒന്നാമത്തെ കേസിലെ ഡേയ്സ്. T എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ അവേഴ്സ് ആണ്, ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നാണ്. അടുത്തതായിട്ട് വർക്കിനെ, W1 വർക്കിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ M2 രണ്ടാമത്തെ കേസിലെ മെൻ, D2 ഡേയ്സ്, T2 ടൈം, W2 വർക്കിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 12 പേർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 15 പേർ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് ഓർത്തെടുക്കാം. M1 D1 T1 / W1 = M2 D2 T2 / W2. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ കൂടി ആളുകളെ പറ്റിയിട്ടും ദിവസത്തെ പറ്റിയിട്ടും മാത്രം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ടൈമിൻ്റെയും വർക്കിൻ്റെയും ആവശ്യം ഈ ഇക്വേഷൻ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ M1 D1 = M2 D2 എന്നായിട്ട് ചുരുങ്ങി. ഇനി ഒന്നാമത്തെ കേസിൽ 12 പേരുണ്ട്, 10 ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്. രണ്ടാമത്തെ കേസിൽ 15 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ D2 നമുക്കറിയില്ല. അതുകൊണ്ട് D2നെ ഇവിടെ നിർത്തിയിട്ട് 15നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 12 × 10 ഇവിടെ × 15 ഉള്ളത് ഈ സൈഡിലേക്ക് വരുമ്പോൾ /15 മാറും. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. ഇനി 5 10 2 പ്രാവശ്യം, 2 × 4 8 ദിവസം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, 9 ആളുകൾ പ്രതിദിനം 6 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 88 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കും. ആ ജോലി പൂർത്തിയാക്കാൻ 6 ആളുകൾ ദിവസവും 8 മണിക്കൂർ വീതം ജോലി എടുത്താൽ എത്ര ദിവസം വേണ്ടി വരുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ആളുകളുടെ എണ്ണം M ഉണ്ട്, ടൈം ഉണ്ട്, പിന്നെ ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇക്വേഷൻ M1 D1 T1 = M2 D2 T2 എന്നായിട്ട് ചുരുങ്ങും. അപ്പോൾ ഇവിടെ
ആളുകളുടെ എണ്ണം 9 ആണ്, ഇൻറ്റു ഡേയ്സ് എന്ന് പറയുന്നത് 88 ആണ്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 6 ആണ്, ഈസ് ഈക്വൽ ടു M2. രണ്ടാമത്തെ കേസിൽ 6 ആളുകൾ, ദിവസങ്ങളുടെ എണ്ണം നമുക്കറിയില്ല, T2 എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് D2 ആയതുകൊണ്ട് 6നെയും 8നെയും ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 9 × 88 × 6 ഡിവൈഡ് ബൈ 8 × 6 എന്ന് വന്നു. 6ഉം ക്യാൻസൽ ചെയ്ത് പോയി. 8 88ൽ 11 പ്രാവശ്യം, 11 × 9 99 ഡേയ്സ് കൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ ജോലി കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത എണ്ണം ജോലിക്കാർ 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ജോലിക്കാരുടെ കുറവുണ്ടായാൽ 10 ദിവസം കൂടി ചെയ്താൽ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. ജോലിക്കാരുടെ എണ്ണം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് ആളുകളുടെ എണ്ണം തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കതിനെ എക്സ് ആക്കി എടുക്കാം. ഇവർ 100 ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. M1 D1 = M2 D2 എന്നാണ്. M1 X ആണ്, D1 100 ആണ്. ഇനി M2 രണ്ടാമത്തെ കേസിൽ 10 ജോലിക്കാരുടെ കുറവുണ്ടായി, അതായത് എക്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇതിൽ നിന്നും 10 പേര് കുറഞ്ഞു. അപ്പോൾ 10 പേരും കൂടി 10 ദിവസം കൂടി ജോലി ചെയ്താൽ മാത്രമാണ് ഈ ജോലി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവില്ല, 110 ദിവസം വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ ഈ 0യും 0യും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 11 × X 11x മൈനസ് 11 × 10 110. ഇവിടെ നിന്ന് നമുക്ക് 10x എന്ന് കിട്ടും. ഈ 11x ഇവിടെ നിർത്തിയിട്ട് 10xന് ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 11x മൈനസ് ഇവിടെ പ്ലസ് 10x ആണ്, ഇത് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 10x ആയി മാറും. അതേപോലെ ഇവിടെയുള്ള മൈനസ് 110 ഈ സൈഡിലേക്ക് വരുമ്പോൾ 110 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് കിട്ടി അല്ലേ. 11x എന്നും 10x എന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് കിട്ടും. x = 110. അതായത് ജോലിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 110 എന്നാണ് ഉത്തരം. അപ്പോൾ ഇതൊക്കെയാണ് ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. ഇതിൻ്റെ കുറച്ചും കൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വേറൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.